കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഈ യുദ്ധം 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിക്കും. ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് കേവലം ഭരണമാറ്റം മാത്രമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മാറ്റം കൂടിയാണ് ഈ ഇതിലൂടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക. എന്നിട്ട് കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എല്ലാം ശരിയാക്കിയെന്ന്. അത് ശരിയാണ്, എല്ലാം ശരിയാക്കി. ഒരു നാടിന്റെ നട്ടൽ എന്താണ്? സമ്പദ് വ്യവസ്ഥ. ആ നട്ടലിന് തകർന്ന് കിടക്കുകയാണ് കേരളം. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, അല്ലേ? പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ച് നമ്മളെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഒന്നിന് പൈസയില്ല. വെറുതെ നമ്മൾ പറഞ്ഞത് ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുകയാണ്. ഒരു നയാ പൈസയില്ല. ഇപ്പോഴും കടമെടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ട അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വേണ്ടി പറയുന്നു, എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു, എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി, അവിടെയെല്ലാം നമ്മൾ വിജയിക്കുകയും കേരളത്തെ പുനർജനിപ്പിക്കുകയും ചെയ്യും. അയ്യപ്പൻ വിടാതെ പിന്തുടരുന്നുണ്ട്. CPM വിടാതെ പിന്തുടരുക, വിടാതെ ഇല്ലേ? അത് കഴിഞ്ഞപ്പില്ല ഇപ്പൊ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം. നേരത്തെ അഫിഡവിറ്റ് കൊടുത്തേക്കണ എന്താ? സ്ത്രീ പ്രവേശനം വേണം. അന്ന് അതിനെ അനുഭവിച്ചാണ്. എന്നിട്ട് എല്ലാ വീട്ടിലും കയറി മാപ്പ് പറഞ്ഞാണ് അത് അബദ്ധമായി പോയെന്ന്. ഇപ്പൊ അത് തിരുത്തി കൊടുക്കണ്ടേ കോടതിയിൽ സത്യവാങ്മൂലം. അപ്പോ MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആകാശത്തിലൂടെ പോകുന്ന മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്തുത്തരം പറയും? മാറ്റത്തിന്റെ കാരണം ആർക്കെങ്കിലും മനസ്സിലായ? അതാണ് ആർക്കും മനസ്സിലായി.
എന്തൊക്കെ പറയും. ചോദിച്ചത് സത്യവാങ്മൂലം തിരുത്തി കൊടുക്കുകയില്ല എന്ന, ഒന്നുകിൽ ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആഴത്തിലുള്ള അഗാധമായ കാര്യങ്ങളെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. വേറെ എന്തൊക്കെ പറയാണ്. ഇതാണ് CPM-ന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇതാണ്. ഇപ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. എന്നിട്ടാ ഇതുകൂടി പറയാം. ഈ സ്വർണം, ഈ നമ്മുടെ രക്തസാക്ഷി ഫണ്ട് കൊച്ചിയിലെത്തിയപ്പോൾ അഭിമന്യുവിന്റെ മരിച്ചുപോയല്ലോ, അതും ഫണ്ട് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ അതും അടിച്ചു മാറ്റി. വിഷ്ണുവിന്റെ കുടുംബം ഞാൻ പോരുന്ന ദിവസം 5-ാം തീയതി കോൺഗ്രസ് ചേർന്നു. അതായത് CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബവും രക്തസാക്ഷികളുടെ കുടുംബത്തിന് പോലും നിങ്ങളെ വിശ്വാസമില്ല ആ പാർട്ടിയെ. പക്ഷെ നല്ല കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലേ, അവരെ കാണുമ്പോൾ ചിരിച്ചേക്കണം. സീരിയസ് ആയിട്ട് പറഞ്ഞ അവർ നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു. നല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥികരുണ്ട്, നല്ല ആളുകൾ. ഇടത് വന്നാൽ നല്ലത് വരും, ഈ രാജ്യത്തിന് മാറ്റമുണ്ടാകും, സംസ്ഥാനത്തിന് മാറ്റമുണ്ടാകും, അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നൊക്കെ സത്യസന്ധമായി വിശ്വസിച്ച പാവം അവരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോ. കാരണം നമ്മളെക്കാൾ വാശിയാണ് അവർക്ക് ഇതിനെ താഴെ ഇറക്കണമെന്ന്. കവി സച്ചിദാനന്ദൻ എന്താ പറഞ്ഞത്? തുടർ ഭരണം വേണ്ട അല്ലെ. നമ്മുടെ മലയാളിയുടെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറ ടീച്ചർ എന്താ പറഞ്ഞത്? പിണറായി 3 അയ്യോ വേണ്ട അല്ലെ. സാംസ്കാരിക നായകരും സാംസ്കാരിക ലോകവും അഭിപ്രായ രൂപീകരണമുള്ളവരും എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നു, ഇനി വേണ്ട, ഇനി വേണ്ട, ഇത് മതിയായേ എന്നവർ ഉറക്കെ പറയുക. ഞാനത് ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മൾ UDF വെറും UDF അല്ല, ടീം UDF. നമ്മൾ 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പട്ടാമ്പിയിൽ ഒരു UDF MLA ഉണ്ടാവും. ഉറപ്പാണ്. ഒന്നും കൂടി ഉറപ്പാണ്. ഞാനത് ഹൃദയത്തിലേക്ക് എത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉറപ്പ് സ്വീകരിച്ചോളൂ. നിങ്ങളെ ഏൽപ്പിക്കാണ് എന്റെ ദൗത്യം. നിങ്ങളെ ഇരിക്കുന്നവരുണ്ടാവും, അവരെ ഏൽപ്പിക്കാം. ഇന്നു മുതൽ വെറുതെ അല്ല പോരാളികളെ എന്ന് വിളിച്ചത്. ഇന്നു മുതൽ പോരാളികളെ പോലെ പ്രവർത്തിച്ചു ഈ സീറ്റ് നിങ്ങൾ തിരിച്ചു പിടിച്ചു. നമ്മുടെ സീറ്റാണ്, നമ്മുടെ സീറ്റ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് പട്ടാമ്പി. ഉറക്കെ പറയണം ആ സീറ്റിലേക്ക്. നിങ്ങൾ ഈ നട്ടുച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണം നന്ദി പറയാൻ വാക്കുകളില്ലാതെ എന്നത്